പാചകവാതകം കിട്ടാതായതോടെ ഗ്യാസ് ഉപയോഗിച്ചിരുന്ന പല ഹോട്ടലുകളും വിറകടുപ്പിനെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ഒരാഴ്ചയെ കോഴിക്കോട് കല്ലായിയിൽ വിറകന്വേഷിച്ച് എത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. 2500 രൂപ മുതലാണ് 1 ടൺ വിറക് വിറ്റുപോകുന്നത്. സംസ്ഥാനത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പല ഹോട്ടലുകളും അന്നന്നേക്ക് വേണ്ട ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി രൂക്ഷമായി വരുന്നൊരു സാഹചര്യത്തിൽ വിറകിനെ ആശ്രയിക്കുകയാണ് ഇന്ന് പല ഹോട്ടലുകളും. ഇപ്പോൾ കല്ലായിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മരക്കടകളുണ്ട്. ഇവിടെയൊക്കെ ബാക്കി വരുന്ന മരക്കഷ്ണങ്ങൾ ഇത്തരത്തിൽ വിറകായി വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ തിരിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം ഹോട്ടലുകാരൊക്കെ ഇപ്പോൾ റമദാൻ മാസം ആയതിനെ കൊണ്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ കുറേ ഹോട്ടലുകൾ അവധിയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒന്നും പാടിയും രൂക്ഷമാവും, സാധനം കിട്ടാതാവും. എങ്ങനെയാണ് ഒരു ടണ്ണിന് വിലയൊക്കെ എങ്ങനെയാണ്? ഒരു ടണ്ണിന് 4500 റുപ്യാണ് ടണ്ണിന്. ഇരുള് നല്ല അമ്മയിൽ വിറകെ ഹോട്ടലിലേക്ക് പറ്റുള്ളൂ, ഈ പടുമരങ്ങൾ പറ്റൂല. അതിന് 2000-2500 റുപ്യൊക്കെ വില ഉള്ളൂ ടണ്ണിന്. ഇരുളാണ് നമ്മളത് കൂടുതലുണ്ടാവുക, അതിന് 4500 റുപ്യ വില വരും ടണ്ണിന്. ഒരു ടണ്ണൊക്കെ ആണോ പല ഹോട്ടലുകാരും എടുക്കുന്നത്, അല്ലെങ്കിൽ എത്ര ടണ്ണ് വരെയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്? ഒരു ടണ്ണാണ് കൂടുതലുണ്ടാവുക. ഒരു ടണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ ഫുള്ളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഏകദേശം തീരാനാകുമ്പോൾ വീണ്ടും അപ്പം തന്നെ വിളിച്ച് പറയും. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തയക്കലാണ് അത്. ഒരു വലിയ ഹോട്ടലാണെങ്കിൽ അത് ഒരു ലോഡ് മതിയായിരിക്കും. ഇപ്പം ഇനി ഫുള്ള് വിറകിലൊക്കെ ആകുമ്പോൾ മതിയാവില്ല, ഒരു 3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ടണ്ണ് വിറകെടുത്ത് കഴിഞ്ഞാൽ. അതായത് നേരത്തെ ഈ സിലിണ്ടറും വിറകും കൂടെ ഉപയോഗിക്കുമ്പോഴായിരുന്നു ഒരു ടണ്ണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വിറകിലേക്ക് മാത്രം മാറുമ്പോൾ ഈ ഒരു ടണ്ണിലേക്ക് ഒരു ദിവസം ഒരാഴ്ച പോലും നിൽക്കില്ല എന്നുള്ളതാണ് അല്ലേ? 3 ദിവസമേ കിട്ടുള്ളൂ, ഒരാഴ്ച ഒന്നും കിട്ടൂല. 3 ദിവസം കിട്ടിയാലേ അത്ര കിട്ടുള്ളൂ. ഇപ്പം തന്നെ പണിയില്ലാത്തതിനെ കൂടെ കുറച്ച് ക്ഷാമമുണ്ട്. ഒന്നും പാടിയും ക്ഷാമം രൂക്ഷമാവും. ഇപ്പോൾ വീട്ടിലേക്കും വേണ്ടി വരും, ഹോട്ടലിലേക്ക് മാത്രമല്ല വീട്ടിലേക്കും വേണ്ടി വരും. ഒരു ഗ്യാസ് കുറ്റിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. ഞങ്ങൾ ഹോസ്റ്റലിൽ കൊടുക്കുന്നുണ്ട്, കാറ്ററിംഗ് കൊടുക്കുന്നുണ്ട്, ഈ കല്യാണ മണ്ഡപത്തിൽ കൊടുക്കുന്നുണ്ട്. കല്യാണ മണ്ഡപം ഇപ്പം കുറച്ചായിട്ട് ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് സാഹചര്യം വന്നതിനെ കൊണ്ടാണ് അത്ര രൂക്ഷമാവാത്തത്. ഇപ്പം ഇനിയും അവിടെയും ഇപ്പോൾ വിറക് മാത്രമായി വരുമ്പോൾ ഒന്നുപാടി രൂക്ഷമാവും. അപ്പോൾ ഈ വീടുകളിലുള്ളവരും ഇത്തരത്തിൽ ആശങ്കപ്പെട്ടിട്ട് വിറകൊക്കെ ചോദിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്നവരും തിരിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് വിറകിലേക്ക്. തന്നെ ഒരു കാട്ടെണ്ണേ കൊണ്ടുള്ളൂ. കാട്ടെണ്ണ തന്നെ അവിടെ വിൽക്കുക വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ചുരുങ്ങിയത് 1500 റുപ്യേൻ്റെ പുറത്ത് വരും. ഏതായാലും ബദൽ സംവിധാനമായി, ഒരു ഗ്യാസിന് ബദൽ സംവിധാനമായി പല റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും കാണുന്നത് ഇത്തരത്തിൽ വിറകിനെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എടുത്തു പറയേണ്ടത് റമദാൻ മാസമാണ്. അപ്പോൾ പലയിടത്തും ഇതുപോലെ മില്ലുകളിലൊക്കെ പണി കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ എത്രമാത്രം വിറകിനെ ആശ്രയിക്കുമ്പോൾ അത് ലഭ്യമാകും എന്നുള്ളൊരു ചോദ്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.